പത്തനംതിട്ട ആഞ്ഞിലത്താനം എന്ന ഗ്രാമം, അവിടെ നിന്നൊരു വനിതാ സംരംഭകൻ. ശ്രീമതി രാജി എസ് ബാബു, എന്ത് സംരംഭമാണ് ഈ വീട്ടിൽ ചെയ്യുന്നത്? ഞങ്ങൾ ശിവാസ് എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര്. നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് ബീഫിന്റെ ഉണക്കയിറച്ചിയും ഇടിയിറച്ചിയുടെ ഫ്രൈയും ആണ്. ഇതാണ് നമ്മുടെ ഫ്രൈ വരുന്നത്. പിന്നെ നമുക്ക് ചെമ്മീൻ്റെ പ്രോഡക്ട്സുകളും, പിന്നെ മെയിനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് അച്ചാർ ഐറ്റംസ്, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ചമ്മന്തിപ്പൊടി, സാധാരണ ചമ്മന്തിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സ്പൈസസ് എല്ലാം ഒരു 45 പരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഇതൊക്കെ, എവിടെ നിന്നാണ് ഇതൊക്കെ സ്വായത്തമാക്കിയത്? ആദ്യമായിട്ട് ഞാൻ മീനച്ചാറിലാണ് തുടക്കം ഇടുന്നത്. അതിനുശേഷമാണ് ഞാൻ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അവിടെ ഒരു ആര്യ പ്രോജക്റ്റ് വാല്യൂ അഡീഷൻ ജാക്ക് ഫ്രൂട്ട് പഠിച്ചതിന് ശേഷം അവിടുത്തെ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചത് അവിടെ നിന്നാണ്. ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിൽ അവർ നമ്മളെ കുറേ അധികം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനുമുള്ള കുറേ ഉൽപ്പന്നങ്ങളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാകും. അങ്ങനെ ഒരു കഷ്ടപ്പെടാൻ നമുക്ക് തയ്യാറാണെങ്കിൽ ടെക്നോളജി പരമായിട്ട് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. കൃഷി വിജ്ഞാന കേന്ദ്രം പത്തനംതിട്ട തെള്ളിയൂർ. അവിടുത്തെ നമ്മുടെ റോബർട്ട് സാർ ആണെങ്കിലും, ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഡോക്ടർ ഷാന ഹർഷൻ. പുള്ളിക്ക് മേഡം ഞങ്ങളെ ഒരു രീതിയിൽ ഞങ്ങളൊരു ചെറിയ ഒന്നും അറിയാതെ ചെല്ലുന്ന ഞങ്ങളെ നല്ലൊരു കൈപിടിച്ചുയർത്താൻ, എന്നെ ഒരു സംരംഭകൻ എന്ന നിലയിലോട്ട് ഒരു നല്ലൊരു ലേബലിൽ എത്തിക്കാൻ മേഡത്തിന് എന്നെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഈ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്, ഇതിന്റെ വിപണി കണ്ടെത്തുന്നത്? അത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് ഡോക്ടർ ഷാന മാഡം തന്നെയാണ്. മാർക്കറ്റിംഗ് നമുക്ക് ഏറ്റവും ഇതൊക്കെ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ സാധാരണക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ തന്നെയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് നമ്മുടെ ശിവാസിന്റെ ഓൺലൈൻ പർച്ചേസിങ് നടത്താൻ പറ്റുന്നത്. ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട്. ഫ്രീ കേരള ഷിപ്പിംഗ് നമുക്ക് കേരളത്തിൽ ഫ്രീ ആണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും കൈകളിൽ എത്തുന്ന രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഷിപ്പിംഗ് എങ്ങനെ ഫ്രീ ആകുന്നു? അതിന്റെ കോസ്റ്റ് ആരാ ബെയർ ചെയ്യുന്നത്? TTDCയുടെ കൊറിയർ ചാർജ് നമ്മളാണ് കൊടുക്കുന്നത്. മുമ്പ് ഏത് മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്? എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് വിശദീകരിക്കാം. ഞങ്ങൾ നാട്ടില് കൊറോണയ്ക്ക് മുന്നേ പ്രളയത്തിന്റെ സമയത്ത് നാട്ടിൽ വന്നു. എനിക്ക് 2ാമത് മോനായി. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റാതായി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ എന്ത് ചെയ്യുമെന്നുള്ള ഇതിലാണ് നമ്മൾ ഈ ശിവാസ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി. പിന്നെ ടെക്നോളജി കുവൈറ്റില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പം എന്തെങ്കിലും സ്വന്തം ഒരു ഇൻകം വേണമെന്നുള്ള ഇതിലാണ് നമ്മൾ അച്ചാറിട്ട് തുടങ്ങി. അച്ചാറിൽ നിന്ന് ഇപ്പം പിന്നെ ഇടിയിറച്ചി, ചെമ്മീൻ്റെ പരിപാടി, ഉരുക്ക് വെളിച്ചെണ്ണ, അങ്ങനെ പലവിധ ഉൽപ്പന്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ രണ്ടുപേരും വെളിയിലായി? അതെ അതെ. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഫീൽഡ് ആണല്ലോ, മെഡിക്കൽ ഫീൽഡ്. അപ്പൊ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഇതൊരു ഫുഡ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇതിലേക്ക് വരാൻ ഇത്ര എന്തായാലും പ്രത്യേക കാരണം? എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഇവരെ ഇട്ടിട്ട് പുറത്ത് ജോലിക്ക് പോകാൻ പാടാണ്. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് എന്റെ ജോലി നടക്കുന്ന ഒപ്പം എനിക്കൊരു ഇൻകം എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഇതിലെ സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇനി നഴ്സിംഗിനേക്കാൾ നല്ല ഇതാണ്. കുട്ടികളെ നോക്കാനും പറ്റും. നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. ഈ റോ മെറ്റീരിയൽ ഒക്കെ എങ്ങനെയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പ്രൊക്യൂർ ചെയ്യുന്നത്? കൂടുതലും നമ്മൾ സ്ത്രീ സംരംഭകരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ വീടുകളിൽ നിന്ന് കർഷകരിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ കർഷകരിൽ നിന്നും സ്ത്രീ സംരംഭകരിൽ നിന്നും തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പിന്തുണയാണ് ലഭിക്കുന്നത്? ഇത് ഞങ്ങൾ ഡിവൈഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. പർച്ചേസിംഗ് ഒക്കെ ഹസ്ബൻഡ് നടത്തും, പ്രൊഡക്ഷൻ ഞാൻ ചെയ്യും, പുള്ളി പാക്കിങ്ങും ഹോം ഡെലിവറി ഉണ്ട്. നമുക്ക് തിരുവല്ല, ചങ്ങനാശ്ശേരി ഭാഗത്തെല്ലാം ഹോം ഡെലിവറി ഉണ്ട്. പിന്നെ നമ്മൾ കൊറിയറിലൂടെ എല്ലാ ഇന്ത്യയിൽ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും. നഴ്സിംഗ് പ്രൊഫഷൻ ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്നതിൽ യാതൊരു റിഗ്രറ്റും? ഒരിക്കലുമില്ല. ഇതിപ്പോ എന്റെ ജീവിതം എല്ലാം ഇത് തന്നെയാണ്. ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു വനിതാ സംരംഭക എന്നുള്ള നിലയിൽ
നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെ പ്രത്യേകിച്ച് വനിതകൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരിക്കലും വീടിനുള്ളിൽ അടുക്കളയിൽ ഒതുങ്ങി പോകുന്ന ഒരാളാവരുത് ഒരു സ്ത്രീയും. ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് കൊണ്ടുവന്നിട്ട് നമ്മൾ ജീവിക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത്. ഭർത്താവിന് അങ്ങോട്ടൊരു ആവശ്യം വന്നാൽ 10,000 രൂപ അല്ല 1,000 രൂപ അല്ല 500 രൂപ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നേട്ടം. ഇന്നത്തെ കാലത്ത് 2 പേരും 3 പേരും ജോലിക്ക് പോയാലും നമുക്കൊരു വരുമാനം തികയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ഇൻകം ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മുടെ കാർഷിക വിജ്ഞാന കേന്ദ്രം, വ്യവസായ വകുപ്പ്, അങ്ങനെ എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ലോണുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുമാതിരി ടെക്നോളജിക്കലായിട്ട് നമുക്ക് അറിവുകൾ തരാൻ ആൾക്കാരുണ്ട്. പിന്നെ എന്തിനാ എല്ലാവരും മടിച്ചു നിൽക്കുന്നത്? ജോലിയില്ല, വരുമാനം ഇല്ലെന്ന് ആരും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല സത്യത്തിൽ. ഒട്ടും താമസിക്കേണ്ട, നിങ്ങൾക്കും തുടങ്ങാം ഇങ്ങനെയൊരു സംരംഭം.